ഒരു ദിവസം ഒരു ദരിദ്രനായ പയ്യൻ തൻ്റെ സ്കൂളിലെ ഫീസ് അടയ്ക്കാനുള്ള പണം ഉണ്ടാക്കാൻ വേണ്ടി വീടുകൾ തോറും സാധനങ്ങൾ വിൽക്കുകയായിരുന്നു. അങ്ങനെ നടന്ന് അവൻ വല്ലാതെ വിശക്കാൻ തുടങ്ങി. അതുകൊണ്ട് അടുത്ത വീട്ടിൽ ചെല്ലുമ്പോൾ കഴിക്കാൻ ഭക്ഷണം എന്തെങ്കിലും ചോദിക്കാനായിട്ട് അവൻ തീരുമാനിച്ചു. അങ്ങനെ അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ വാതിൽ തുറന്നു വന്നത് അതിസുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു. ആ യുവതിയെ കണ്ടപ്പോൾ പെട്ടെന്ന് അവൻ്റെ മനസ്സ് എന്തോ പോലെയായി. അതുകൊണ്ട് കഴിക്കാൻ ഭക്ഷണം ചോദിക്കുന്നതിന് പകരം അവൻ കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ചോദിച്ചത്. പക്ഷേ ആ സ്ത്രീക്ക് മനസ്സിലായി ഈ പയ്യന് വല്ലാതെ വിശക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ട് വെള്ളം കൊടുക്കുന്നതിന് പകരം ഒരു വലിയ ഗ്ലാസ് നിറയെ പാല് കൊടുത്തു. പാല് കുടിച്ചതിന് ശേഷം അവൻ ചോദിച്ചു, ഇതിന് ഞാൻ എത്ര രൂപയാണ് തരേണ്ടത് എന്ന്. അപ്പോൾ ആ യുവതി പറഞ്ഞു, നീ എനിക്ക് ഒന്നും തരേണ്ടതില്ല. അമ്മ പറഞ്ഞിട്ടുണ്ട് സഹായിക്കുന്നതിന് പണം വാങ്ങിക്കരുത് എന്ന്. ഇത് കേട്ടപ്പോൾ ആ പയ്യന് വളരെ സന്തോഷമായി. അവൻ ആ യുവതിയോട് നന്ദി പറഞ്ഞു. അവന് ദൈവത്തിലും സ്നേഹത്തിലുമുള്ള വിശ്വാസം വർദ്ധിച്ചു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ആ യുവതിക്ക് വലിയൊരു രോഗം പിടിപെട്ടു. ഗ്രാമത്തിലുള്ള ഡോക്ടേഴ്സ് എല്ലാം ഇവരെ കൈയൊഴിഞ്ഞു. അങ്ങനെ ഇവരെ ടൗണിലുള്ള വലിയൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഈ ഒരു റെയർ ഡിസീസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ഡോക്ടറെ വിളിച്ചു. ഈ ഡോക്ടറായിരുന്നു അന്നിവർ സഹായിച്ച ആ ചെറിയ പയ്യൻ. ഈ സ്ത്രീയുടെ പേരും ഗ്രാമത്തിൻ്റെ പേരുമൊക്കെ കേട്ടപ്പോൾ ഈ ഡോക്ടർക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. അവൻ പെട്ടെന്ന് ആ സ്ത്രീയെ കാണാൻ വേണ്ടി പോയി. കണ്ടപ്പോൾ തന്നെ ഇത് തന്നെ അന്ന് സഹായിച്ച ആളാണെന്ന് ഡോക്ടർക്ക് മനസ്സിലായി. ഇവർക്കായി ഒരു സ്പെഷ്യൽ കെയർ തന്നെ കൊടുക്കാനായി ഡോക്ടർ തീരുമാനിച്ചു. അങ്ങനെ ഇവരുടെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അവരുടെ ട്രീറ്റ്മെൻറ്റ് വിജയം കണ്ടെത്തി. യുവതിയുടെ അസുഖം പൂർണ്ണമായി മാറി. അങ്ങനെ ഫൈനൽ ബിൽ ഡോക്ടർ ബിസിനസ് ഓഫീസിൽ ചെന്ന് വാങ്ങിച്ചു. എന്നിട്ടതിൽ എന്തോ ഒന്ന് എഴുതിയതിനു ശേഷം യുവതിക്ക് കൊടുത്തു. ബില്ല് കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ അവരൊന്ന് പേടിച്ചു. കാരണം അവർക്കറിയാമായിരുന്നു ഈ ബില്ല് പേ ചെയ്യാൻ വേണ്ടി ആജീവനാന്തം താൻ കഷ്ടപ്പെടേണ്ടി വരുമെന്ന്. അവസാനം അവർ ബില്ല് പതുക്കെ തുറന്നു നോക്കി. അപ്പോഴാണ് അതിൻ്റെ സൈഡിൽ എഴുതിയത് അവർ വായിച്ചത്. അതിങ്ങനെയായിരുന്നു, ഒരു ഗ്ലാസ് പാല് കൊണ്ട് മുഴുവൻ പൈസയും കൊടുത്തു തീർത്തിരിക്കുന്നു. അവർക്ക് വളരെയധികം സന്തോഷമായി. അവർ ദൈവത്തോട് ഒരുപാട് നന്ദി പറഞ്ഞു. ദൈവമെന്ന സ്നേഹം ഒരുപാട് മനുഷ്യരിലൂടെ വ്യാപിച്ചിരിക്കുന്നു. ആൻഡ് ദിസ് ഈസ് ദ ലോ ഓഫ് കർമ്മ. എന്താണോ നിങ്ങൾ കൊടുക്കുന്നത് അത് തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതപ്പോൾ തന്നെ കിട്ടണമെന്നില്ല. ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും കിട്ടുക. ആരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനില്ലാത്ത ഒരു സാഹചര്യം വരുമ്പോൾ കർമ്മ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടാകും. അതുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുക, സഹായിക്കുക. കാരണം ഇന്നല്ലെങ്കിൽ നാളെ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.